കഴിഞ്ഞ ഫെബ്രുവരി 15 അബുദാബിയിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമായ ഉത്തർപ്രദേശ് സ്വദേശിനി ഷഹസാസ് ബീഗത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുകയാണ്. 33 വയസ്സിലാണ് ഷഹസാസ് ബീഗത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്നത്. അത് 2025 കഴിഞ്ഞ ഫെബ്രുവരി 15 വധശിക്ഷ നടപ്പിലാക്കുകയും മാർച്ച് 5 അന്ത്യകർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. കൃത്യമായ രീതിയിലുള്ള വിചാരണകൾ നടന്നിട്ടില്ല എന്നുള്ളതും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഷഹസാസ് ബീഗത്തിന് അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് പിതാവിന്റെ പരാതി. ഷബീർ ഖാനാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ചാണ്, വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ തുടർച്ചയായ രീതിയിലാണ്. അപ്പൊ എംബസിയും ബന്ധപ്പെട്ട അബുദാബിയിലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ചുള്ള മറുപടി ശിക്ഷാവിധി നടപ്പിലാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ്. ഒരു കൃത്യമായിരിക്കുന്ന ഒരു പിന്തുടർച്ചയോ അതിനോടനുബന്ധിച്ചുള്ള ഒരു അന്വേഷണമോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും നടന്നിട്ടില്ല. വീട്ടുവേലക്കാരിയായിട്ട് എത്തിക്കുകയാണ് ഷഹസാസ് ബീഗത്തെ ചെയ്തത്. അത് തന്നെ ഒരു ചതിയിലൂടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഉത്തർപ്രദേശ് സ്വദേശിയായിരിക്കുന്ന ഷാഖ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുള്ളായിട്ടുള്ള പേര് പറയുന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടാണ് ഈ പറയപ്പെട്ട ഷഹസാസ് ബീഗം എന്ന് പറയുന്ന ആളെ. ചെറിയ പ്രായത്തിൽ തന്നെ പൊള്ളയേറ്റുകൊണ്ട് വലിയ രീതിയിലുള്ള രോഗത്തിന് പാത്രമായിരിക്കുന്ന ഇവര് അവിടെ എത്തിച്ചതിന് ശേഷം ചികിത്സ നടത്താമെന്നും മാന്യമായിരിക്കുന്ന തൊഴിൽ ലഭിക്കും എന്നും പറഞ്ഞ് പ്രലോഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ കുട്ടികളെ നോക്കാൻ വേണ്ടി എത്തിക്കുകയും അത് കൃത്യമായ രീതിയിൽ ഭക്ഷണം കിട്ടാത്തതും വീടുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഉപദ്രവം, വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നതിന്റെ ഇടയിലും കാലാവധി കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ന് പിതാവ് പറയുന്നു. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 മാസത്തെ വിസിറ്റ് വിസയിലാണ് കൊണ്ടുപോയത് എന്നാണ് ഈ കൊണ്ടുപോകുന്ന ആള് പറയുന്നത്. എന്നാൽ അവിടെ എത്തിയ സമയത്താണ് 6 മാസത്തെ വിസ ഉണ്ടായിരുന്നു. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു നാട്ടിലേക്ക് വരാൻ പറ്റുക എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടി മാനസികമായ രീതിയിൽ വലിയ പ്രയാസം ഈ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വിഷയം എന്ന് പറയുന്നത് 4.5 വയസ്സുകാരിയായിരിക്കുന്ന രോഗബാധിതനായിരിക്കുന്ന ഒരു കുട്ടിയെ ചികിത്സിക്കുക എന്നുള്ളത്, ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ് കാര്യമായിട്ടുള്ള ജോലിയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ കൃത്യമായിരിക്കുന്ന മരുന്ന് നൽകണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകേണ്ടത് ഈ പറയപ്പെട്ട ആളാണ്. എന്നാൽ കൃത്യമായിരിക്കുന്ന മരുന്ന് ആവർത്തിച്ച് നൽകിയതിന്റെ പേരിലോ അതല്ലെങ്കിൽ മറ്റെന്തോ തരത്താലോ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള തരത്തിലാണ് കേസ് വന്നത്. അപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിചാരണ നടത്തുകയും ആ വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഷഹബാസ് ബീഗത്തിന്റെ ഭാഗത്തു നിന്ന് ആള് വന്നിട്ടില്ല എന്നുള്ളതാണ്. കേസുകളൊക്കെ സാധാരണഗതിയിൽ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഇത്തരം പല കേസുകളിലും യഥാർത്ഥത്തിൽ പ്രതിയാക്കപ്പെട്ടവരെ വേണ്ട രീതിയിൽ വിചാരണ ചെയ്യുകയോ അത് കൃത്യമായ രീതിയിൽ അവരുടെ നിരപരാധിത്വം സംസാരിക്കാനോ അതല്ലെങ്കിൽ പറയാനോ അവസരങ്ങൾ കിട്ടാറില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് 2021 അബുദാബിയിൽ എത്തുന്നത്. ഈ വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ വെച്ച് നടന്നു. 2021 മെയ് 2 യഥാർത്ഥത്തിൽ വധശിക്ഷ നടപ്പിലാക്കാനുള്ള വിധിയും വന്നു. അന്ന് ശരിക്കും വധശിക്ഷ നടപ്പിലാക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ അബുദാബിയിൽ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രകൃതി ദുരന്തവും വിഷയങ്ങൾ നടന്നതുകൊണ്ട് നീട്ടിവെച്ച് പോയതാണ്. ഈ സമയത്തൊക്കെ പിതാവായിരിക്കുന്ന ഷബീർ ഖാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പല മേഖലയും കേന്ദ്രീകരിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ വകുപ്പ് പറയുന്നത് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. പക്ഷെ നിരപരാധിത്വമാണ് അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരങ്ങൾ യഥാർത്ഥത്തിൽ ഷഹസാസ് ബീഗത്തിന് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും പല ആളുകൾക്കും അത് കിട്ടാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് എക്സ്പേർട്ട് വിധി പോലെ ഒരു സൈഡിലുള്ള വിധിയാണ് പല ഘട്ടത്തിലും വരാറുള്ളത്. അപ്പോൾ 4.5 വയസ്സുകാരിയായിരിക്കുന്ന ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം ഷഹബാസ് ബീഗം അവസാനമായിട്ട് പറയുന്നത് മരുന്നുകൾ തുടർച്ചയായ രീതിയിൽ ഡോക്ടർമാർ എഴുതുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ തന്നെ കൊടുക്കണോ എന്നുള്ളത് പോലും അന്വേഷിക്കാതെയാണ് കൊടുക്കുന്നത്. എന്നാൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുള്ള അപാകതയാണ് മരണത്തിലെത്തിക്കുന്നത്. ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളത് എവിടെയും പറയപ്പെടുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പരാതി പറയുന്നത് ശമ്പളം നൽകാത്തതിനാലും ഭക്ഷണം കൃത്യമായി നൽകാത്തതിനാലുമുള്ള ദേഷ്യം കാരണം ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പറ്റും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു.
ഇപ്പോൾ പല ഘട്ടങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടേത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ എംബസികളൊക്കെ കറക്റ്റായിട്ട് ഇടപെടലുകൾ നടത്തുകയും അത് വധശിക്ഷ ശിക്ഷാവിധിയായിട്ട് ഇളവ് നൽകുകയും അതായത് 25 കൊല്ലോ അല്ലെ 15 കൊല്ലമായിട്ട് ഇളവ് നൽകുന്ന പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കാത്തതിന്റെ പ്രയാസമാണ് ഇങ്ങനെ നടന്നത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കേസ് എന്ന് പറയുന്നത് വധശിക്ഷ പോലുള്ള ഒരു കേസിന്റെ വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 10 വർഷവും 15 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി കൊല്ലപ്പെടുന്നത് അതിനോടനുബന്ധിച്ച് ഈ സകാല എന്ന് പറയുന്ന അല്ലെ വീട്ടുവേലക്കാരി കൂടെ ഉണ്ട് എന്നതിനാൽ ഈ കാര്യങ്ങൾ അപ്പം തന്നെ ഈ പ്രതിയാക്കപ്പെട്ടവരുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഭാഷാ സംബന്ധമായിരിക്കുന്ന നിയമസംബന്ധമായിരിക്കുന്ന കുറേ വിഷയങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ സാധാരണഗതിയിൽ പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്നതാണ്, നിരന്തരം അനുഭവിക്കുന്ന സ്ഥിതി എന്നൊക്കെയാണ് അത് പറയപ്പെടുന്നത്. അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിന് കൃത്യമായ രീതിയിലുള്ള വിചാരണ നടത്താൻ വേണ്ടി രാജ്യത്തിലെ ഗവൺമെന്റാണ് ഇത്തരം വിഷയത്തിലൊക്കെ ഇടപെടേണ്ടത്. സംസ്ഥാന അബുദാബിയൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ദുബായൊക്കെ ആവുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റിനും ഇടപെടാൻ വേണ്ടി പറ്റും. ഗവൺമെന്റും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യേണ്ടതാണ്. കുട്ടികൾക്ക് ഈ കുട്ടി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ദിയാപണം നൽകിയിട്ട് ഈ പറയപ്പെട്ട ഷഹബാസ് ബീഗത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്താണെങ്കിലും കേരളം അതിൽ തയ്യാറാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളോ അവസരങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷമാണ് പിതാവായിരിക്കുന്ന ഷബീർ ഖാൻ പോലും ഈ വിവരം അറിഞ്ഞത് എന്നുള്ളത് ആരെയും സങ്കടപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഖത്തറിൽ 7 ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ദിവസമേ ഇനി പ്രഖ്യാപിക്കേണ്ടതുള്ളൂ. അത് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ, ഖത്തറിന്റെ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്ത ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് പറയുന്നത്. അവിടെ തന്നെ ജോലി ചെയ്യുന്നവരുമാണ്. അതിൽ ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ ഇടപെട്ട് 7 പേരുടെയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഇടപെടുന്ന സമയത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു രാജ്യത്ത് 7 രാജ്യത്തിലെ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട സംഭവം സർക്കാരിന്റെ ഇടപെടൽ മൂലം വളരെ പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. ഇത്തരം വിഷയത്തിലൊക്കെ നിരപരാധി എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നൽകാതെ കുറ്റവാളിയെ പോലെ ശിക്ഷ നടപ്പിലാക്കുന്ന രീതി തന്നെ യഥാർത്ഥത്തിൽ ശരിയല്ല. ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ, ശ്രീലങ്ക, നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അവരുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ഓരോരോ കാര്യങ്ങളും പ്രതിയോട് തന്നെ ചോദിച്ചറിയാനുള്ള സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള സാവകാശം പോലും സർക്കാരിന് നേരിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും ഇന്തോനേഷ്യയുടെ വിഷയത്തിലൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുമായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രതിയാക്കപ്പെട്ട ആളുകളുടെ നേരിട്ട് എത്തിയിട്ട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ കേസുമായിട്ട് കോടതിയിലേക്ക് എത്തുക. അത്തരമുള്ള സംവിധാനമൊന്നും പല ഘട്ടങ്ങളിലും ഇന്ത്യക്കാർക്ക് ലഭിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ വിഷയമായിട്ട് പറയുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ഷബീർ ഖാൻ യഥാർത്ഥത്തിൽ മകളെ അന്വേഷിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിലാണ് പരാതി കൊടുക്കുന്നത് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കോടതിയാണ് എംബസി മുഖാന്തരം രാജ്യാന്തര തലത്തിലൊക്കെ ആ രാജ്യവുമായിട്ട് ഇടപെടൽ നടത്തുന്നത്. അപ്പോഴാണ് വിഷയങ്ങൾ കേൾക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വൈകിയെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ അടുത്ത മാസമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് എങ്കിൽ പോലും ഈ രാജ്യം മറ്റ് രാജ്യത്തിന്റെ ബന്ധപ്പെട്ട അധികാരികളോട് ഈ കാര്യം പറയാന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. പല ഘട്ടങ്ങളിലും പല സാഹചര്യത്തിലും അത് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഫെബ്രുവരി 15 വധശിക്ഷ നടപ്പിലാക്കി മാർച്ച് 5 അന്ത്യകർമ്മങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഈ ഒരു വിവരമാണ് കിട്ടിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഷഹബാസ് ബീഗം കുറ്റവാളിയാണെങ്കിൽ ആ കുറ്റവാളിയാണ് എന്ന് ഈ കുറ്റം ചെയ്ത പ്രതിക്ക് ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യം നിർബന്ധമായിട്ട് നിലനിൽക്കുന്നതാണ്. കുറ്റവാളിക്ക് ശിക്ഷ കിട്ടുന്ന സമയത്ത് ആ കുറ്റവാളിക്ക് ബോധ്യമാവുന്ന തരത്തിൽ അന്വേഷണം നടത്തുകയും അതിനൊരു കൃത്യത ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ഞാൻ കുറ്റം ചെയ്തിട്ടാണ് എനിക്ക് ശിക്ഷ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ സഹോദരിയും എങ്ങനെയാണ് കുറ്റമറിയാതെ രീതിയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്.